إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി കൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു ഹജ്ജ് കാലഘട്ടത്തിലേക്ക്, ഹജ്ജ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഹജ്ജ്മാർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ ലോകത്തിന്റെ അഷ്ട ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ആ പുണ്യനഗരമായ മക്കയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സ് ആ പുണ്യനഗരിയിലായിരിക്കും ഈ ഒരു സന്ദർഭത്തിൽ എന്നുള്ളത് സ്വാഭാവികമാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഹജ്ജ് കാലത്ത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് നേരത്തെ തന്നെ നമ്മൾ അതിനെ ഒരുങ്ങേണ്ടതുണ്ട്. ആ ഒരുക്കത്തിന്റെ ഒരു സമയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആധുനിക കാലഘട്ടത്തിൽ ഉളുഹിയ്യത്തിനെതിരെ ചില ആളുകളൊക്കെ രംഗത്തിറങ്ങിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചു പോകുമ്പോൾ ചില മൊല്ലമാർ, ചില മൗലവിമാർ, പണ്ഡിത വേഷധാരികളായിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ അവരുടെ ചില ജൽപ്പനങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഉളുഹിയ്യത്ത്, ബലികർമ്മം ഒന്നും അത് അങ്ങനെ തന്നെ ഒരു മൃഗത്തെ തന്നെ ബലി ഇറക്കേണ്ടതില്ല. നമുക്കതിന് പകരമായി കൊണ്ട് ഫർണിച്ചറുകൾ കൊടുക്കാം, പാവപ്പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊടുക്കാം, ടോയ്ലറ്റ് കൊടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചില ജൽപ്പനങ്ങൾ
ചില ഒരു ഭാഗം പരിശുദ്ധ ഇസ്ലാമിനെ എക്കാലത്ത് ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പോലും പറയും. അറിവുകൊല്ലുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി കൊണ്ട് പറഞ്ഞ നമസ്കാരത്തിന്റെ കൂടെ നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കുക. ചേർത്തു പറഞ്ഞു വൻഹർ, നീ ബലി അറുക്കണം കേട്ടോ, നീ ബലി അറുക്കുകയും ചെയ്യണം. ഇപ്പൊ നമസ്കാരത്തോട് ചേർത്തു പറഞ്ഞ വളരെ മഹത്വമുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ബലികർമ്മത്തിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കാറില്ല. അതിങ്ങനെ കുറച്ചാവുമ്പോ ഒരു ചടങ്ങായിക്കൊണ്ട് കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, കുറച്ച് ഷെയർ കൂടും, നമ്മുടെ മഹലിൽ കുറച്ച് അറിവ് നടത്തും, അത് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളൊരു ചടങ്ങായിക്കൊണ്ട് ഉദൂഹിയത്ത് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ബലി അറുക്കുകയേ വേണ്ട, ആ പരിപാടിക്ക് നിൽക്കണ്ട. ചടങ്ങിന് വേണ്ടിയിട്ട് ചില ആളുകൾ വലിയ വർത്തമാനം പറയും, നമ്മുടെ മഹലിൽ അത്ര അറുത്ത്, അല്ലെങ്കിൽ ഇത്ര അടുത്ത് ഇത്ര 25 അടുത്ത്, അങ്ങനെ എണ്ണം പറയാനോ അല്ലെങ്കിൽ ഞാൻ ഇത്ര അടുത്തു അങ്ങനെയൊക്കെ എണ്ണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ആ പണിക്ക് നിൽക്കണ്ട. മറിച്ച് ബലികർമ്മം എന്ന് പറയുന്നതിന്റെ അതിന്റെ പിന്നിൽ വലിയ പാഠങ്ങളുണ്ട്, വലിയ ത്യാഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് വേണം ഉദൂഹിയത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ. അതല്ലാതെ ഒരു വർഷം വരുമ്പോ ഒരു പൈസ കണ്ടു കൊടുത്ത് അതങ്ങട്ട് ആയിക്കോളും എല്ലാ വർഷവും നടക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ചടങ്ങായിട്ട് നമ്മൾ ഉദൂഹിയത്തിനെ കാണരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിക്കൊണ്ടാണ് ബലിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നമുക്ക് കാണാൻ കഴിയും, വൽ ബുദ്ന ജഅൽനാഹാ ലകും മിൻ ശഗാഇരില്ലാഹ് ലകും ഫീഹാ ഖൈറുൻ ഫദ്കുർ ഇസ്മല്ലാഹി അലൈഹാ സവാഫ് വൽ ബുദ്ന ജഅൽനാഹാ ലകും മിൻ ശഗാഇരില്ലാഹ്. ബലിമൃഗമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരു ശിആറാണ്, ഒരു ശഗായിറാണ്, ഒരു ചിഹ്നമാണ്. ലകും ഫീഹാ ഖൈറുൻ, നിങ്ങൾക്ക് അതിൽ ഒരുപാട് നന്മകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിനൊരു ഗൗരവം കൊടുക്കണം, അതിനൊരു ഹുർമത്ത് കൊടുക്കണം, അതിനൊരു പരിഗണന കൊടുക്കണം. അങ്ങനെ പരിഗണന കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ തഖ്വയുടെ ഭാഗമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ദാലിക വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു പറയാ, ആരാണോ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, പരിഗണന കൊടുക്കുന്നത്, അത് ഹൃദയത്തിൽ തഖ്വ ഉള്ളതിന്റെ അടയാളമാണ്. ഹൃദയത്തിൽ തഖ്വ ഉള്ളതിന്റെ അടയാളമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ പരിഗണിക്കുക, അതിന് മഹത്വം കൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം, ഉലൂഹിയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവർ, അതിന്റെ പിന്നിലുള്ള ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, മറിച്ച് അതിന്റെ അന്തസത്ത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ആ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മകൻ ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്, തയ്യാറാകലുണ്ട്. മാനസികമായി കൊണ്ട് എല്ലാ നിലക്കും ആ കൽപ്പനയിൽ ശങ്കിച്ചു നിൽക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്റെ ആഗ്രഹങ്ങൾക്കും തന്റെ ഇച്ഛകൾക്കും മുകളിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരുമ്പോ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വരുമ്പോ തന്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും മാറ്റിവെച്ച് റബ്ബിന്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വലിയ ഒരു ത്യാഗ മനസ്ഥിതിയാണ് ആ ഉദൂഹിയത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ഉദൂഹിയത്തിൽ ചേരുമ്പോ അതൊരു ചടങ്ങാക്കി മാറ്റാതെ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് എന്റെ ആഗ്രഹങ്ങൾ സർവ്വതും ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. അങ്ങനെ ഉദൂഹിയത്ത് നടത്താൻ നമുക്ക് സാധിക്കണം, അല്ലെ? എന്റെ എല്ലാ ഇച്ഛകളെയും
അള്ളാഹുവിന് വേണ്ടിയിട്ട് ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനമാണ് ആ ഉദുഹിയത്തിലൂടെ നടത്തുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതാണല്ലോ നമ്മൾ 5 നേരം നെഞ്ചത്ത് കൈവട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, റബ്ബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലെ, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മം, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ആ ലോകരക്ഷിതാവായിട്ടുള്ള അല്ലാഹുവിന് മാത്രമാകുന്നു. ഇതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോ ബലികർമ്മം എന്നുള്ളത് തൗഹീദിന്റെ കൂടി വലിയ പ്രഖ്യാപനമാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം ബലികർമ്മം പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു ബലികർമ്മമില്ല. അള്ളാഹു അല്ലാത്തവർക്കുള്ള പേരിൽ ഒരു ബലികർമ്മമേ ഇല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ പോലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മൻ ദബഹ ലിഗൈരില്ലാഹ് ഫഖദ് അശ്റക. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുത്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു, അള്ളാഹുവിൽ പങ്കു ചേർത്തു. അങ്ങനെ ചേർത്താനുള്ള അപകടം നമുക്കറിയാലോ, സ്വർഗത്തിൽ കടക്കൂല അല്ലെ, സ്വർഗത്തിൽ കടക്കൂല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോ തൗഹീദിന്റെ വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ബലികർമ്മം ഉളുഹിയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ഉളുഹിയത്തിന് ഒരുങ്ങാൻ നമുക്ക് കഴിയണം. റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ് അല്ലെ, റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്. റബ്ബ് എന്നോട് കൽപ്പിച്ച ആ ഒരു കൽപ്പന അത് ഞാൻ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, ഞാൻ അതിന് ഒരുങ്ങാൻ തയ്യാറാണ് എന്ന് റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിക്കലാണ് ഉളുഹിയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നിങ്ങളുടെ ആ കർമ്മത്തിനൊരുങ്ങുമ്പോ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരത്തിലേക്കാണ് അള്ളാഹു നോക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി കൊണ്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരിക്കലും ഒരു ചടങ്ങായിട്ട് ആണ്ടിൽ നടക്കുന്ന വർഷത്തിൽ നടക്കുന്ന ഓരോരോ ചടങ്ങായിട്ട് നമ്മൾ ഉദുഹിയത്തിനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അല്ലേ, അള്ളാഹുവിലേക്ക് അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹ്ക്ക് അതിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അതിന്റെ എല്ലോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് കൃത്യമായിക്കൊണ്ട് അങ്ങനെ തന്നെ ഖുർആനിൽ പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അടിവരയിടേണ്ട വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 37-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുക, അള്ളാഹുവിലേക്ക് എത്തുകയില്ല, അതിന്റെ ലഹ്മ് അള്ളാഹ്ക്ക് വേണ്ട, അതിന്റെ മാംസം അതിന്റെ എണ്ണം വണ്ണം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട, വലാ ദിമാഉഹ അതിന്റെ രക്തവും അള്ളാഹ്ക്ക് വേണ്ട. എന്നാൽ അള്ളാഹിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്, അതെന്താ അറിയോ? അത് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുള്ളത് തഖ്വ. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബലിയെടുത്തത്? എന്തിനു വേണ്ടിയിട്ടാ ഷെയർ കൂടിയിട്ടുള്ളത്? എല്ലാരും കൂടുമ്പോ ഞാനും കൂടിയില്ലെങ്കിൽ മോശമല്ലേ? എന്റെ അയൽപക്കത്തുള്ള അവൻ കൂടിയിട്ടുണ്ട്, എന്റെ സുഹൃത്ത് കൂടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാരും ഷെയർ കൂടുമ്പോൾ ഞാനൊരു ഷെയറെങ്കിലും കൂടിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് ആരും ബലികർമ്മത്തിന് മുതിരേണ്ടതില്ല. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞതാ, തഖ്വ ഉണ്ടോ? ആ തഖ്വയിലേക്കാണ് അല്ലാഹു നോക്കുന്നത് അല്ലെ. എണ്ണം പറയാൻ, വണ്ണം പറയാൻ, ഗർവ് പറയാൻ, എടുത്തു പറയാൻ അതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ഉലൂഹിയത്തിന് ചേരണ്ട. അത് അല്ലാഹ്ക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് പ്രധാനമായി കൊണ്ടുള്ളത്. അതാണ് അല്ലാഹുവിലേക്ക് എത്തുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അതാണല്ലോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ 3 ബലിയെ പറ്റി പറയുന്നുണ്ട്. 3 വിഭാഗം ആളുകളുടെ ബലി. അതിൽ ഒന്നാമതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ നടത്തിയ ബലിയാണ് ഹാബീലും ഖാബീലും. അവർ ബലി നടത്തുകയുണ്ടായി, ഖുർബാന നടത്തുകയുണ്ടായി. ആ സമയത്ത് അതിനെ പറ്റിയിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വതുലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. അല്ലാഹ്
ഒരു ഖുർബാൻ നടത്താൻ ആവശ്യപ്പെട്ടപ്പോ അവർ ഖുർബാൻ ചെയ്തു, അവർ ബലികർമ്മം നടത്തി, ഹാബീലും ഖാബീലും. പക്ഷേ അതിൽ ഒരാളുടെ ബലി അല്ലാഹ് സ്വീകരിച്ചു, ഹാബീലിന്റെ ബലി അല്ലാഹ് കബൂലാക്കി സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, ഹാബീലിന്റെ ബലി അല്ലാഹു സ്വീകരിച്ചില്ല. കാരണം എന്താ? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ള ആളുകളിൽ നിന്ന് ഈ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹ് പറയാണ് ഹാബീൽ നടത്തിയ ബലി ഖുർബാൻ അത് അല്ലാഹുവിന് വേണ്ടിയിട്ടായിരുന്നു, ആത്മാർത്ഥമായിട്ടായിരുന്നു, തഖ്വയോട് കൂടിയായിരുന്നു, അത് അല്ലാഹ് സ്വീകരിച്ചു എന്നുള്ള പറയാം. എന്നാൽ ഹാബീലിന്റെ ബലിയോ അതൊരു ചടങ്ങായിരുന്നു, അത് ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, അത് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല. അതുകൊണ്ട് അത് അല്ലാഹുവിന് വേണ്ട, അത് അല്ലാഹ് സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റൊരു ബലിയെ പറ്റി അല്ലാഹു സൂറത്ത് ബഖറയിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ബനു ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ബലികർമ്മം ഏതാ? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടതാണ്, നമ്മൾ പരിചയിച്ച് നമ്മൾ ഒരുപാട് പാരായണം ചെയ്ത വചനമാണ്. വഇദു ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി ആ ഖൗമിനോട്, ബനു ഇസ്രായേലിനോട് ഇതാ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടോ? ഒരു പശുവിനെ ബലി അറക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അവിടെ മുതൽക്ക് പിന്നെ അവർക്ക് സംശയങ്ങളായിരുന്നു. ഖാലൂ അതത്തഖിദുനാ ഹുസുവ, ഞങ്ങളെ പരിഹസിക്കുകയാണോ? നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി പറഞ്ഞു, ഞാൻ ഈ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുന്നു. അല്ലാഹുവിന്റെ കൽപ്പന ഒന്നും പശുവിനെ അറക്കണം, അവർക്ക് അർത്ഥം മതിയായിരുന്നു. ഒരു 100 കൂട്ടം സംശയങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചു, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകാൻ വേണ്ടിയിട്ട്. ആ പശു എങ്ങനെയുള്ളതാണ്, അതിന്റെ നിറം എന്താണ്, അതിന്റെ ജാതി ഏതാണ്, അത് കൃഷിക്ക് ഉപയോഗിക്കുന്നതാണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അധികരിപ്പിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് ആ നാട്ടിൽ തന്നെ കിട്ടാത്ത കോലത്തിലുള്ള ചോദ്യങ്ങളായി ലാസ്റ്റ് മറുപടി വന്നപ്പോൾ. അങ്ങനെ അവർ തേടിപ്പിടിച്ച് കഷ്ടപ്പെട്ട് ആ സിഫാത്തൊക്കെ ഒത്തിയ ഏറ്റവും നല്ല മുന്തിയ ഒരുവിനെ തന്നെ അവസാനം നിർബന്ധിതാവസ്ഥയിൽ അവർ എന്ത് ചെയ്തു? അത് തെരഞ്ഞ് കണ്ടുപിടിച്ച് അവര് അവസാനം അവർ ബലിയർത്തു. ഗത്യന്തരമില്ലാതെ അവരെന്ത് ചെയ്തു? അവർ ബലിയർത്തു. പക്ഷെ അല്ലാഹ് പറയാം, തീരെ ഇഷ്ടമില്ലാതെ അവരതൊരിക്കലും ചെയ്യുമായിരുന്നില്ല. അതിൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് മാറാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിയത്. അതിപ്പോ എങ്ങനത്തെ പശുവാണ്, അതിന് നിറം എന്താണ് അല്ലെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ ചോദിച്ച് അതിൽ ഒഴിവാകാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം കുടുങ്ങിയിട്ട് അർത്തു. അതും അല്ലാഹു ചെയ്തിട്ടില്ല, സ്വീകരിച്ചു. അവരത് ചെയ്യുമായിരുന്നു, അവര് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അത് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതും സ്വീകരിക്കപ്പെടാത്ത ബലിയാണ്. പിന്നെയാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മകൻ ഇസ്മായിലുമായി ബന്ധപ്പെട്ട ബലി. അത് വിശുദ്ധ ഖുർആനിൽ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അതാണ് ബലിയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ആ കൽപ്പന വന്നത് മുതൽ അവർ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള, അവർ ഒരുങ്ങിയിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായി കൊണ്ടുള്ള ഒരുക്കമുണ്ടല്ലോ, റബ്ബിന്റെ മുന്നിൽ തന്റെ ആഗ്രഹങ്ങളെ ബലി കഴിപ്പിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. അവസാന സമയത്ത് കിട്ടിയ ഒരു പുന്നാര മകനെ അല്ലെ, ആറ്റുനോറ്റ് കിട്ടിയ പുന്നാര മകനെ അല്ലാഹ് പറയാണ്, ഇതാ ബലി ഇറക്കണം എന്ന് കേട്ടപ്പോ അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും മനസ്സാ വാച കർമ്മണ സന്നദ്ധമായി അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി എന്ന് മാത്രല്ല, മകനെ ചേച്ച് കടത്തി, കത്തിക്ക് മൂർച്ച കൂട്ടി, കത്തി ആ കഴുത്തിലേക്ക് വെക്കുന്ന സമയത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നോ, മൂസ നീ അത് കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കൽപ്പന നീ ചെയ്തിരിക്കുന്നു, ബലി നീ അറുത്തിരിക്കുന്നു. പകരം ആ ഒരു പകരം ഒരു ആട്ടിൻകുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയെടുക്കാൻ കൊടുക്കുകയാണ്. ഇത് ഇസ്ലാമിൽ നരബലി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്, ഒരു മറുപടി കൂടിയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നരബലി ഇല്ല എന്നുള്ളൊരു മറുപടി കൂടിയാണ്. അതങ്ങനെ ഒരു പാഠം കൂടി അതിലുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെ, ചില ആളുകളൊക്കെ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചില അത്തരത്തിലുള്ള ആളുകളൊക്കെ നിർവഹിക്കാറുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാറുണ്ട്.
എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നരബലിയേ ഇല്ല എന്ന് അതിലൂടെ തെളിയിക്കുകയാണ്. അങ്ങനെ ഒരു നരബലിയില്ല, പകരം ആടിനെ അറക്കാനാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനെ ആ ഒരു ബലികർമ്മം അത് ഇബ്രാഹിം നബി ചെയ്തിട്ടില്ല, പ്രവർത്തിയിൽ അത് ചെയ്തിട്ടില്ല. പക്ഷേ അതാണ് അള്ളാഹുവിന് വേണ്ടത്. ആ സന്നദ്ധതയും ആ ഒരുക്കവും ഒരു സംശയമില്ലാതെ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് പ്രിയപ്പെട്ടവരെ ബലികർമ്മത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കർമ്മങ്ങൾക്കും ആ ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണോ, എനിക്കതിന് സാധിക്കോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ആ ഒരു ബലികർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് വലാഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കർമ്മമാണ് ബലികർമ്മം, ഉദൂഹിയ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട, ഒരുങ്ങേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. അങ്ങനെ ബലി ഉദ്ദേശിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രോത്സാഹനവും അതിനു വേണ്ടിയിട്ട് പ്രവാചകൻ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മദീനത്തിൽ 10 വർഷക്കാലവും ബലിയെറുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഒരുപാട് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ പോലും ബലിയെറുത്ത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അത് എത്രമാത്രം മഹത്വമുള്ളൊരു പുണ്യകർമ്മമാണ്. നമുക്കൊക്കെ വിചാരിച്ചാൽ തന്നെ ഒരു ഷെയറൊക്കെ കൂടാൻ പറ്റിയ ആളുകൾ പോലും അത് ശ്രദ്ധിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്, അല്ലേ? ഒരു മാസത്തെ നമ്മുടെ വീക്കെൻഡിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കൊടുക്കുന്ന ബില്ല് മതിയാവും ഒരു ഷെയറിന്. അത് വലിയൊരു പുണ്യകർമ്മമാണ്. പക്ഷെ നമ്മളെന്തോ അത് കുറച്ച് ആൾക്കാരങ്ങനെ ചെയ്തോളും, അതങ്ങനെ അവിടെ നടന്നോളും, ഞാനിപ്പം അത് ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള ഒരു അലംഭാവം ഉദൂഹിയ്യത്തിന്റെ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളതിൽ ഭാഗവാക്കാകണം, അതിന്റെ കൂടെ ചേരണം. വലിയ പുണ്യകർമ്മമാണ്, വലിയ മഹത്വമുള്ള കാര്യമാണ്. പ്രവാചകൻ 10 വർഷം മദീനയിൽ ജീവിച്ച 10 വർഷവും ബലിയെറുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുക, അല്ലെ? അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കണം. എന്നിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബങ്ങൾക്ക് അത് കൊടുക്കണം. നമ്മുടെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാം. ജാതി മത ഭേദമന്യേ അതിന്റെ മാംസം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ചില ആളുകളൊക്കെ ഉണ്ട് നേരത്തെ തന്നെ ബലിമൃഗത്തെ വാങ്ങി അതിന് ഒരുങ്ങിയ ആളുകൾ. അത് വലിയൊരു കാര്യമാണ്. നേരത്തെ ബലിമൃഗത്തെ വാങ്ങി അതിനെങ്ങനെ പോറ്റി ഒന്ന് വളർത്തി അതിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായി, അല്ലേ? അതിന് വല്ലാത്തൊരു പ്രതിഫലമുണ്ട്. അതിനോടൊരു ഇഷ്ടം ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു പെറ്റ് പെട്ടെന്ന് ചത്തുപോയാൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടവും വിഷമം എത്ര മാത്രമാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ബലിമൃഗത്തെയൊക്കെ വാങ്ങി അതിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ വന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബലിക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, അല്ലേ? നമ്മൾ ഷെയർ കൂടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ആ ബലിമൃഗത്തെ പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ബലിമൃഗത്തെ ഒന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അതിന്റെ വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല. അതെല്ലാം നേരത്തെ തന്നെ ഈ സൗകര്യമുള്ള ആളുകൾ അങ്ങനെ ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തെ മാറ്റി വെക്കും. എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട് ആ മൃഗത്തോട്, എനിക്കത് പിരിയാൻ വലിയ പ്രയാസമുണ്ട്. പക്ഷേ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ആഗ്രഹത്തെ ബലിയർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം അത് ബലിയർത്ത് അങ്ങനെ ചെയ്യുന്നതും മറ്റേ രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക. അതല്ലാതെ നമുക്ക് ഷെയർ കൂടിക്കൊണ്ട് അതിൻ്റെ ആളുകൾ ഏൽപ്പിച്ച് ഒക്കെ ചെയ്യുകയാണെങ്കിലും നമ്മളൊക്കെ അവിടെ ഒന്ന് പോയി നോക്കി അതിലൊക്കെ പങ്കാളിയായി കഴിയുന്നതും നമ്മൾ തന്നെ അർത്ത് അങ്ങനെ അതിലൊക്കെ പങ്കുചേരാനും നമ്മൾ
ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ബലി ഉദ്ദേശിച്ച ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഖൽ അശ്ർ വഇൻദഹു ദുഹിയ യുരീദു അൻ യുഹിയ ഫലാ യഖുദന്ന ശകറൻ വലാ യുഖലിമന്ന ളുഫ്റൻ. ബലി ഉദ്ദേശിച്ച ആളുകൾ ദുൽഹിജ്ജ 1 കഴിഞ്ഞാൽ പിന്നെ തലമുടി വെട്ടാനോ നഖം എടുക്കാനോ ഒന്നും പാടില്ല. ബലി അറക്കുന്നത് വരെ അതൊരു മര്യാദയാണ്, പ്രവാചകൻ പഠിപ്പിച്ചത്. ബലി ഉദ്ദേശിച്ച ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ ബലി അറക്കുന്നത് വരെ പിന്നെ മുടി വെട്ടാനോ രോമങ്ങൾ പറിക്കാനോ നഖം വെട്ടാനോ ഒന്നും പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുക. ഏറ്റവും നല്ല ന്യൂനതയില്ലാത്ത ബലിമൃഗത്തെ തെരഞ്ഞെടുക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് ബലി കഴിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് വിശുദ്ധ ഇസ്ലാം ബലികർമ്മത്തെ പ്രോത്സാഹിപ്പിച്ചത്. മറ്റുള്ളത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാൻ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.